ബാബു ഹിന്ദു ഐക്യവേദി നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ആർ വി ബാബു, വലിയ ഗൂഢാലോചന സർക്കാർ സംശയിക്കുകയാണ്. പേരുകളൊന്നും പറയുന്നില്ലെങ്കിലും ആക്ഷേപം ഉന്നയിച്ചവർക്കെല്ലാം സ്വാഭാവികമായും സർക്കാർ ഈ ആരോപണത്തിൽ നിഴലിൽ നിർത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ എന്ത് ഗൂഢാലോചന നടന്നുവെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? ഗൂഢാലോചന എന്നൊക്കെ പറയുന്നവര് മുഖനിർത്തിക്കാൻ പറയുന്ന ന്യായങ്ങളല്ലേ? അയ്യോസത്തിനെ തുടർന്ന് ആ സമയത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി സ്വമേധയാ എടുത്തൊരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മുഴുവൻ പൊന്തി വരുന്നത്. ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷൻ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയം ഇന്നും അറിയില്ലായിരുന്നല്ലോ. ഈ സ്വർണ്ണപ്പാളിക നഷ്ടപ്പെട്ടതോ സ്വർണ്ണപീഠം നഷ്ടപ്പെട്ടതോ ഒന്നും നമ്മൾ ആരും അറിയുമായിരുന്നില്ല. ഇത് എന്ന് നഷ്ടപ്പെട്ടു, എത്ര കാലം മുമ്പ്? ഇതിനെ സംബന്ധിച്ച് വല്ല രേഖകളും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? ദേവസ്വം ബോർഡ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ദേവസ്വം ബോർഡിന്റെ ആളുകൾക്ക് ആർക്കെങ്കിലും ഈ തരത്തിൽ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞിട്ടും മൂടിവെക്കുകയല്ലേ ചെയ്തത്? ഇവർക്ക് ആർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന്റെ ഉത്തരവാദിത്വത്തിന് കൈയൊഴിയുകയാണ്. അതിനകത്ത് ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര്, ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ ഇവരെല്ലാം ഒരേപോലെ ഈ വിഷയത്തിൽ കുറ്റക്കാരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരാൾ വിചാരിച്ചാൽ മാത്രം അയ്യോ എന്തൊക്കെ ന്യായങ്ങളാ പറയുന്നത്, എന്റെ സഹോദരന് കൊടുത്തു വിട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഓർക്കുന്നില്ല. ഇത്തരം എന്താ പറയാ, ഒരു നട്ടാൽ മുളയ്ക്കാത്ത നുണ ഇങ്ങനെ പറഞ്ഞാൽ വിശ്വാസികൾ മുഴുവൻ അതങ്ങ് വിശ്വസിക്കും കരുതുകയാണോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി നേരത്തെ അവിടെ ശബരിമലയിൽ നേരത്തെ ചില പൂജാ കർമ്മങ്ങളുടെ ഭാഗമായൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് പറയുന്നു. ഇയാളെ നിങ്ങൾക്ക് അറിയാമോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് അറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളെ എനിക്ക് പരിചയമില്ല. അങ്ങനെ പരിചയം ഉണ്ടെങ്കിൽ എന്താണ്? അതുമായിട്ട് എന്താ പ്രശ്നം? എന്താണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം? ഈ കാര്യത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏൽക്കേണ്ട ദേവസ്വം ബോർഡ് ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്തവര് അവരുടെ കഴിവുകേട് മറച്ചു വെക്കാൻ മറ്റാരുടെയെങ്കിലും തലയിൽ ചാർത്തി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഇവർക്ക് നാണമില്ലേ ഈ വാദഗതികളുമായിട്ട് കൊണ്ടുവരാൻ? അയ്യപ്പ സംഗമം മുതൽ പരാജയപ്പെട്ട് മുണ്ടഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയില് പുതിയ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾ ആരോപിക്കുന്നത് ഈ സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്ന ആക്ഷേപം നിങ്ങളും പ്രതിപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷമൊക്കെ ഉന്നയിച്ചതാണ്. അപ്പോൾ അതല്ല സംഭവിച്ചതെന്ന് പറയുമ്പോൾ സർക്കാർ അവരുടെ വാദം വിശദീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാദങ്ങളാണ് ഇത്. അതാണോ നിങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആക്ഷേപം? ഇതിനകത്ത് ഇവർ ഈ പറയുന്ന വാദങ്ങൾക്ക് വല്ല നിലനിൽപ്പുണ്ടോ? എന്ത് അടിസ്ഥാനമുണ്ട്? ഇവര് പൂർണ്ണമായും ഉത്തരവാദികളല്ലേ ഈ വിഷയത്തില്? സ്വർണ്ണ പാളിക കൊണ്ടുപോയത് തിരിച്ചു വരാത്തതിന്റെ ഉത്തരവാദിത്വം വേറെ നാട്ടുകാർക്കാണോ? വിശ്വാസികൾക്കാണോ? മറ്റേതെങ്കിലും സംഘടനകൾക്കാണോ? ഇവരെന്തിനാണ് അവിടെ, എന്ത് പുഴുങ്ങിത്തിനാണ് അവിടെ ഇരിക്കുന്നത്? എന്തിനാണ് അവരവിടെ ഇരിക്കുന്നത്? അവർക്ക് എന്താ ഉത്തരവാദിത്വം ഉള്ളത് ഈ വിഷയത്തില്? എന്റെ കാലത്തല്ല അത് നടന്നത്. നിങ്ങളുടെ കാലത്തല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലത്ത് നഷ്ടപ്പെട്ടതും നിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നതിന്റെ ഒക്കെ കണക്കെടുക്കാൻ ചുമതലപ്പെട്ടവരല്ലേ അവിടെ ഇരിക്കുന്ന ആൾക്കാര്? ഇതൊന്നും കഴിവില്ലാത്തവർ രാജിവെച്ച് പുറത്തു പോകണ്ടേ? യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യപ്പെടണം. ഇവരെയൊക്കെ ശിക്ഷിക്കാൻ ഈ സർക്കാർ ഇവര് പോറ്റി വളർത്തുന്ന ദേവസ്വം ബോർഡ് ആൾക്കാർക്കെതിരെ ഒരു ചുക്കുണ്ടാവില്ല. നമുക്കറിയാം, ഒരു ചുക്കുണ്ടാവില്ല. ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന കള്ളക്കളിയാണ്. ഈ കള്ളക്കളി അത് ഭക്തജനങ്ങൾ അവര് വളരെ പവിത്രമായിട്ട് കാണുന്ന ശബരിമലയെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ശരി, എന്തായാലും വളരെ നന്ദി ആർ വി ബാബു. ഞാനൊന്ന് ഇടപെടുകയാണ്.